progress. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓഫ് ക്ലൗഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ റീസൺ എന്താണ്, AWS അല്ലെങ്കിൽ ആമസോൺ ഫേസ് ചെയ്ത ഇഷ്യൂസിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ ഇഷ്യൂസിൽ തന്നെ ആക്ച്വലി കുറേ എന്താ പറയുക സൊല്യൂഷൻസും ഉണ്ട്, ബെനിഫിറ്റ്സും ഉണ്ട്. ബട്ട് ലെറ്റ്സ് കോൾ ഇറ്റ് ഔട്ട് ഈച്ച് ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ക്ലൗഡ്. സോ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പേ ആസ് യു യൂസ് ഓർ പേ ആസ് യു ഗോ എന്നും പറയും. പേ ആസ് യു ഗോ അല്ലെങ്കിൽ പേ ആസ് യു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം കഴിഞ്ഞ വീഡിയോ ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് നമ്മുടെ എക്സാമ്പിൾ എടുത്ത ആമസോണിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്, വിച്ച് ഈസ് എ റീറ്റെയിലർ. അവർക്ക് അവർ കപ്പാസിറ്റി പ്ലാനിങ് ഒക്കെ ചെയ്തു. ലെറ്റ്സ് സേ ദർ വേർ ലൈക്ക് 10 million users who is going to come for that particular festival time to make the purchase. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 10 million യൂസേഴ്സിനെ സെർവ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ വേണ്ട സെർവറുകൾ നമ്മൾ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ക്ലൗഡ് ആൻഡ് അഗെയിൻ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ 10 million users or the cost of the server, but it is more importantly ആ ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ there are not enough people who are actually using that service. So ആ മുടക്കിയ പണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ക്ലൗഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം വേണോ, ലെറ്റ്സ് സേ ഇറ്റ്സ് എ ഫെസ്റ്റിവൽ സീസൺ മാത്രമാണ് എനിക്ക് കൂടുതൽ എന്താ പറയേണ്ടത്, കൂടുതൽ CPU, കൂടുതൽ മെമ്മറി, കൂടുതൽ റിസോഴ്സസ് വേണ്ടതെങ്കിൽ ക്ലൗഡിൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫെസ്റ്റിവൽ സീസണിൽ മാത്രം എനിക്ക് അഗെയിൻ യൂസിങ് ദറ്റ് വിർച്വലൈസേഷൻ ടെക്നോളജി ഐ ക്യാൻ സേ യു നോ വാട്ട്, ഐ ആം ഹാവിങ് മോർ users coming in, I am having more traffic coming in this particular time, so I want more resources, I want more CPU, I want more memory, I want more storage. അങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അഗെയിൻ അത് ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ചെയ്യാനോ ഓട്ടോമാറ്റിക്കലി സ്കെയിൽ അപ്പ് ചെയ്യാനോ സ്കെയിൽ ഡൗൺ ചെയ്യാനോ ഒക്കെ പറ്റും. അങ്ങനെ ഞാൻ എത്ര യൂസ് ചെയ്തോ ആ യൂസ് ചെയ്തതിന് മാത്രം കൊടുത്താൽ മതി. ഇനീഷ്യൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ലെറ്റ്സ് സേ 10 million യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സെർവർ ആദ്യമേ വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല. എപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഞാൻ അതിന് പൈസ കൊടുത്താൽ മതി. കാരണം എൻ്റെ ഫെസ്റ്റിവൽ സീസണിൽ ഒരുപാട് യൂസേഴ്സ് വരുന്ന സമയത്ത് മാത്രമേ എനിക്ക് കൂടുതൽ CPU വേണ്ടുള്ളൂ. എല്ലാ സമയങ്ങളിലും എനിക്ക് കൂടുതൽ CPU വേണ്ട. സോ എല്ലാ സമയങ്ങളിലും ഞാൻ ഫെസ്റ്റിവൽ സീസൺ എല്ലാ സമയങ്ങളിൽ ഞാൻ കുറച്ച് CPU യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ കൊടുത്താൽ മതി. ഫെസ്റ്റിവൽ സീസണിൽ എനിക്ക് കുറേ യൂസേഴ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറേ റിസോഴ്സസ് വേണം. അപ്പോൾ ഞാൻ എത്ര റിസോഴ്സ് ആ സമയത്ത് യൂസ് ചെയ്ത് അത്ര റിസോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുത്താൽ മതി. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എസ് പേ ആസ് യു ഗോ എന്ന് പറയുന്ന ഒരു മോഡൽ. അപ്പോൾ അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ദ ക്ലൗഡ്. ഇനി വൺ ഓഫ് ദ സെക്കൻഡ് ബെനിഫിറ്റ് ഓഫ് ദ ക്ലൗഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കെയിൽ ആസ് യു നീഡ്. അത് അഗൈൻ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, ബട്ട് അഗൈൻ നമുക്കൊന്നുകൂടി നോക്കാം. സ്കെയിൽ ആസ് യു നീഡ്, വാട്ട് ഡസ് ദറ്റ് മീൻ? അതായത് അഗൈൻ ആ എക്സാമ്പിൾ തന്നെ എടുത്തുകൊണ്ട് ഫെസ്റ്റിവൽ സീസൺ അല്ലാത്ത സമയത്ത് എൻ്റെ ട്രാഫിക് വളരെ ലോ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ലെറ്റ്സ് ഇതൊരു ഗ്രാഫാക്കിയിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിൻ്റെ എക്സ് ആക്സസിൽ ട്രാഫിക് ആണെന്ന് വിചാരിക്കുക, ഇത് CPU, മെമ്മറി, ഓൾ ദോസ് റിസോഴ്സസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ വൈ ആക്സസിനകത്ത് ഈ പറയുന്ന പോലെ ഫെസ്റ്റിവൽ സീസൺ അല്ലാത്ത സമയത്ത് എനിക്ക് അധികം റിസോഴ്സസ് ഇല്ല. അങ്ങനെ എന്താ പറയുക ഒരു സ്റ്റാറ്റിക് പ്ലാറ്റോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലെറ്റ്സ് സേ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് എൻ്റെ ഒരു ഫെസ്റ്റിവൽ സീസൺ വന്നു ആൻഡ് ഐ വാണ്ട് മോർ റിസോഴ്സസ്. അപ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയും ഓക്കെ ഫെസ്റ്റിവൽ സീസൺ ആണ് വന്നിരിക്കുന്നത്, ഞാൻ കൂടുതൽ ട്രാഫിക് ആണെങ്കിൽ അഗൈൻ ഇതൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കും എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, എങ്ങനെ API ചെയ്യാമെന്നൊക്കെ. ഇഫ് ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞ് ഇവിടെ ഇത്ര കൂടുതലാണെന്ന് പറയുന്ന സമയത്ത് ഓക്കെ ഇമ്മീഡിയറ്റ്ലി ദർ ഇസ് എ റഷ് ഓഫ് റിസോഴ്സസ് ഐ നീഡ് ആൻഡ് ഐ ക്യാൻ ആക്ച്വലി സ്കെയിൽ ആസ് ഐ നീഡ്. ഐ ഡോണ്ട് നീഡ് ടു use this many number of resources. Let's say ഇപ്പം ഇവിടെ ഒരു 80 റിസോഴ്സസ് ഉണ്ട് ആസ് എ നമ്പർ. പക്ഷേ എനിക്ക് എപ്പോഴും 80 റിസോഴ്സസ് വേണ്ട, എനിക്ക് ഇവിടെ ഇപ്പോൾ ഒരു ലെറ്റ്സ് സേ 20 റിസോഴ്സസ് മാത്രം മതി. അപ്പോൾ എനിക്ക് 20 റിസോഴ്സസ് വേണ്ട സമയത്ത് 20 റിസോഴ്സസ് മതി, 80 റിസോഴ്സസ് വേണ്ട സമയത്ത് എനിക്ക് 80 റിസോഴ്സസ് എടുക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് സ്കെയിൽ ആസ് യു നീഡ്. അതാണ് ഒരു സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. തേർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞു കപ്പാസിറ്റി പ്ലാനിങ് എന്നുള്ളത് അല്ലേ. അപ്പം ഇവിടെ നോ ഹെഡേക്ക് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. നമുക്ക് എന്താ പറയേണ്ടത്, എത്ര യൂസേഴ്സ് വേണം, എത്ര റിസോഴ്സസ് വേണം, ഒരു ഇയർ ത്രൂവിൽ ഏത് സ്പെസിഫിക് ടൈമിലാണ് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് വരിക, അതിനെത്ര റിസോഴ്സസ് എനിക്ക് വേണം. ആ കപ്പാസിറ്റി പ്ലാനിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം ഇതൊക്കെ പ്രോഗ്രാമബിൾ ആണ്. ഇവിടെ ആസ് മോർ ലോഡ് കംസ് ഇൻ, നമ്മൾ നേരത്തെ ഈ സ്കെയിൽ ആസ് യു നീഡ് എന്ന് പറയുന്ന ഒരു സമയത്ത് ഗ്രാഫ് വരച്ചതുപോലെ, ആസ് ഐ ഗെറ്റ് മോർ ട്രാഫിക് ഐ ഹാവ് ദ options to add more resources, and only I need to add when there are more traffic coming in, when there is a more need of that. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്ന സാധനം ചെയ്യേണ്ട കാര്യമില്ല. ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കമ്പനികൾക്ക് അൺലിമിറ്റഡ് ബഡ്ജറ്റ് ഉണ്ടാവില്ല. അഗൈൻ ദാറ്റ്സ് എ ബിസിനസ് ഡിസിഷൻ. ബട്ട് ഓൺ എ ടെക്നിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഐ ഡോണ്ട് നീഡ് ടു വെരി അബൌട്ട് കപ്പാസിറ്റി പ്ലാനിങ് അറ്റ് ഓൾ. അതാണ് തേർഡ് ബെനിഫിറ്റ്. ഇനി ഫോർത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് സ്പീഡ് ആൻഡ് എജിലിറ്റി. അതായത് സ്പീഡ് ആൻഡ് എജിലിറ്റി. സ്പീഡ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലെറ്റ്സ് സേ നമ്മുടെ ക്ലൗഡിന് മുന്നെടുത്ത സമയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈമിലുണ്ട് എനിക്ക് കുറേ കസ്റ്റമേഴ്സ് ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സേ ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് വിചാരിച്ചു. ആ സ്റ്റാർട്ടപ്പ് കമ്പനി ഒരുപാട് അറ്റ് സം പോയിന്റ് ഇൻ ടൈം അതിന് കുറേ യൂസേഴ്സ് പെട്ടെന്ന് വന്നു, ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലൗഡിന് മുന്നേ ആയിരുന്നുവെങ്കിൽ ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സെർവേഴ്സ് ആൻഡ് ദെൻ ഓർഡർ ദ സർവർ എൻ്റെ ഡാറ്റാ സെൻറ്റർ, ഞാൻ തന്നെ എൻ്റെ കമ്പനിയുടെ തന്നെ ഡാറ്റാ സെൻറ്റർ ഉണ്ടാവും. ആ ഡാറ്റാ സെൻറ്ററിൽ കൊണ്ടുവന്ന് റാക്ക് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് കണക്ടിവിറ്റി ഒക്കെ കൊടുത്ത് കൺഫിഗറൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. But with the cloud, the benefit is you can just call an API. Again, we will learn about the APIs. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ തന്നെ API യൂസ് ചെയ്യാൻ കാണിച്ചു തരാൻ. പക്ഷേ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ API വെച്ചുകൊണ്ട് സ്പീഡും എജിലിറ്റിയും പ്രൊവൈഡഡ് ആയി. അതായത് ഈ പറയുന്ന പോലെ സെർവർ വാങ്ങിക്കേണ്ട ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സമയം എടുത്തിട്ട് കോൺഫിഗർ ചെയ്യേണ്ട ബുദ്ധിമുട്ടോ ഒന്നുമില്ല. മാത്രമല്ല അതിൻ്റെ മുകളിൽ കൂടുതൽ കോസ്റ്റും ഉണ്ട്. അതായത് അതിനെപ്പറ്റി നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയും. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റൈറ്റ് നൗ ഓൺ ദ ഫോർത്ത് ബെനിഫിറ്റ് ഓഫ് ദ ക്ലൗഡ് ഇസ് സ്പീഡ് ആൻഡ് എജിലിറ്റി. എനിക്ക് ജസ്റ്റ് ഒരു API അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലത്തെ നേരത്തെ പറഞ്ഞ സെനാരിയോ ഇല്ലേ, അതായത് സെർവർ കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് റാക്ക് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു API കോളാണ്, ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ചെയ്താൽ മതി. എനിക്ക് എൻ്റെ റിസോഴ്സസ് ആ സെക്കൻഡിൽ അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദാറ്റ് അപ്പ് ആൻഡ് റണ്ണിങ്. പിന്നെയുള്ള ഒരു ബെനിഫിറ്റ് അഗൈൻ കൈൻഡ് ഓഫ് റിലേറ്റഡ്, സീറോ കോസ്റ്റ് ഓൺ റണ്ണിങ് ഡാറ്റാ സെൻറ്റേഴ്സ്. കാരണം എനിക്ക് എൻ്റേതായിട്ട് ഒരു പ്രൈവറ്റ് ഡാറ്റാ സെൻറ്ററിൻ്റെ ആവശ്യമില്ല. പണ്ട് കമ്പനികൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടൊരു ഡാറ്റാ സെൻറ്റർ ഉണ്ടാവും. ഡാറ്റാ സെൻറ്റർ ഇസ് ബേസിക്കലി വേർ കമ്പനീൻ്റെ സ്പെസിഫിക് ആയിട്ട് ഡാറ്റയിൽ റിസൈഡ് ചെയ്യുന്നത്. ആമസോണിൻ്റെ കേസ് ആണെങ്കിൽ ആമസോണിൻ്റെ ഇൻവെൻട്രി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ആപ്ലിക്കേഷനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷനും അതിന് അനുബന്ധമായിട്ടുള്ള സാധനങ്ങളുള്ള സ്ഥലമാണ്. പക്ഷേ എൻ്റെ ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഡാറ്റാ സെൻറ്റർ ഇല്ല. എനിക്ക് ആവശ്യം വരുന്ന സമയത്ത് ഞാൻ AWSലോ അല്ലെങ്കിൽ ഗൂഗിളിലോ പോയിട്ട് പറയുന്നു ഓക്കെ ഐ നീഡ് ദ റിസോഴ്സസ്. സോ ഞാൻ എൻ്റേതായിട്ടൊരു ഡാറ്റാ സെൻറ്റർ റൺ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഡാറ്റാ സെൻറ്റർ റൺ ചെയ്യുന്ന കോസ്റ്റ്, മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റും മാത്രമല്ല സെർവർ വാങ്ങിക്കുന്ന കോസ്റ്റ് മാത്രമല്ല, സെർവറിനകത്ത് there is an operating system, there are other സെക്യൂരിറ്റി സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനുണ്ട്, ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ സർവീസസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കോസ്റ്റും അതിൻ്റെ മുകളിൽ ഇതൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസും ആൾക്കാരെയും ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. സീറോ കോസ്റ്റാണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഞാൻ മെയിൻറ്റെയിനേ ചെയ്യുന്നില്ല. അപ്പോൾ സീറോ കോസ്റ്റ് ഓഫ് ഡാറ്റാ സെൻറ്ററാണ് ഫിഫ്ത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ മോർ ബെനിഫിറ്റ് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ലെറ്റ്സ് കമ്പനി കേരളത്തിൽ തുടങ്ങിയാന്ന് വിചാരിച്ചു. ഓക്കെ, അത് കേരളത്തിൽ തുടങ്ങിയിട്ട് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് എനിക്ക് ഇൻ്റർനാഷണൽ ആവണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻ്റർനാഷണൽ ആവണമെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് യു വിൽ ബി ഏബിൾ ടു become a global company. So being global, your business can go global in minutes. Business can go global in minutes. ഇതാണ് സിക്സ്ത് ബെനിഫിറ്റ്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലെറ്റ്സ് നിങ്ങളെ കുറേ യൂസേഴ്സ് ഇന്ത്യയിലാണെന്ന് വിചാരിച്ചു ഇനീഷ്യലി. ഓക്കെ, കുറേ യൂസേഴ്സ് ഇന്ത്യയിലാണ്, നിങ്ങൾ കേരളത്തിലാണ് ഇത് തുടങ്ങിയത് എങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡാറ്റാ സെൻറ്ററിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെനിഫിഷ്യൽ. കാരണം എന്താണ്, യൂസേഴ്സ് ഇവിടെയാണ്, സോ സ്പീഡും കാര്യങ്ങളൊക്കെ വളരെ ലേറ്റൻസി ഒക്കെ കുറവായിരിക്കും, കൂടുതൽ പെട്ടെന്ന് ഇവിടുന്ന് ഇന്ത്യയിലുള്ള ഒരു ഡാറ്റാ സെൻറ്ററിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. AWSന് വേൾഡ് വൈഡ് ആയിട്ട് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. AWS മാത്രമല്ല, എല്ലാ ഹൈപ്പർ സ്കെയിലേഴ്സിനും, എല്ലാ ഹൈപ്പർ സ്കെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ AWS, ഗൂഗിൾ ക്ലൗഡ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഹൈപ്പർ സ്കെയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ കമ്പനി ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു സ്പെസിഫിക് ഡാറ്റാ സെൻറ്റർ ചെന്നൈയിലുള്ളത്, അല്ലെങ്കിൽ വേറെ ലൊക്കേഷൻസ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ലൊക്കേഷൻസ് AWSനുള്ളത് എന്നുള്ളത് അനദർ സെഷനിൽ നമ്മൾ പറയും. പക്ഷേ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് ലോക്കലി നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങൾ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ലെറ്റ്സ് സേ യു വാണ്ട് ടു എക്സ്പാൻഡ് ഇറ്റ്. പണ്ടൊക്കെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന ഏതാണ് സ്ഥലം നോക്കണം, അവിടെയുള്ള കറക്റ്റ് ഒരു സ്ഥലത്ത് പോയിട്ട് ഡാറ്റാ സെൻറ്റർ സെറ്റപ്പ് ചെയ്യണം, ഒരു ബിൽഡിംഗ് തന്നെ ഉണ്ടാക്കണം. ആ ബിൽഡിങ്ങിന് കുറേ ആ സ്ഥലം എവിടെയാണെന്നതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. റിസോഴ്സസിനെ ഹയർ ചെയ്യണം, ഡാറ്റാ സെൻറ്ററിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ഹെഡേക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ലെറ്റ്സ് ഇന്ത്യയിൽ നിന്ന് മാറി ഇനിയിപ്പം ഐ വാണ്ട് ടു എക്സ്പാൻഡ് മൈ സർവീസ് ഇൻ USA എന്നാണ് എങ്കിൽ all you need to do is again either through ഒരു വെബ് UI-ലൂടെയോ അല്ലെങ്കിൽ ഒരു API യൂസ് ചെയ്തിട്ടോ, ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ടോ, ഓക്കെ ഐ വാണ്ടഡ് ടു റൺ ദ സെയിം ആപ്ലിക്കേഷൻ ഐ എം ആക്ച്വലി റണ്ണിങ് ഹിയർ, ഐ വാണ്ട് ടു എക്സ്പാൻഡ് ഇറ്റ് ടു ഹിയർ. ആ ആപ്ലിക്കേഷൻ മെയിൻ്റെനൻസിൻ്റെ ഉത്തരവാദിത്തം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഡാറ്റാ സെൻറ്റർ ഈസ് ഓൾവേസ് അവൈലബിൾ, വെദർ ഇറ്റ് ബി USA, വെദർ ഇറ്റ് ബി ദുബായ്, വെദർ ഇറ്റ് ബി മിഡിൽ ഈസ്റ്റ്, വെദർ ഇറ്റ് ബി യൂറോപ്പ്, ഡസൻറ്റ് മാറ്റർ. യു ഹാവ് the data center always available for you, just a click away. So ലോക്കലി ഉണ്ടായിരുന്ന ഒരു ബിസിനസ് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഗ്ലോബലി ആക്കാൻ പറ്റും വിത്ത് ദി ക്ലൗഡ് റിസോഴ്സസ് ദാറ്റ് യു ഹാവ്. അപ്പോൾ ഇതാണ് മേജർ 6 benefits of cloud. Hope this is helpful.